ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാംഗ്ലൂർ ബൺസ് അല്ലെങ്കിൽ ബനാന ബൺസ് ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ആദ്യമേ തന്നെ റോബസ്റ്റ പഴം നന്നായിട്ട് പഴുത്തതാണ്, ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് കൈകൊണ്ട് തന്നെ ഉടച്ചെടുത്താൽ മതിയാവും, പക്ഷെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ പഴമാണെങ്കിൽ 3 എണ്ണം എടുക്കാം, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ, കുറച്ച് മതിയാവും, സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ദേ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1.5 കപ്പ് അളവിന് മൈദാമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. മാവ് ഒരുപാട് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മാവ് ഇട്ട് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ദേ കുറച്ച് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഏകദേശം നമ്മളൊരു ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കണം, പക്ഷേ ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ദേ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ മാവിൽ നിന്നും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടാണ് കുഴച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവ് മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കാം, പുറമേ മാത്രം. എന്നിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം 6 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യണം. ഇത് രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി ഇതുപോലെ മാവ് പ്രിപ്പയർ ചെയ്ത് എടുത്ത് വെക്കാവുന്നതാണ്. അതല്ല വൈകിട്ടാണ് നമുക്കിത് വേണ്ടതെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ഈ മാവ് പ്രിപ്പയർ ചെയ്തിട്ട് വൈകിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിത് രാത്രിയിലാണ് ഈ മാവ് സെറ്റാക്കി വെച്ചത്, രാവിലത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൽ നിന്ന് ഓരോ ഉരുളകളാക്കി മാറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണം. അതായത് ചപ്പാത്തിക്കൊക്കെ എടുക്കൂലേ, അതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കണം. കുറച്ച് മാവിട്ട് കൊടുത്തിട്ട് നമ്മളൊരു പൂരിയുടെ സൈസിനാണ് ഇത് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. പക്ഷെ അത്രയും കനം കുറച്ച് നമുക്ക് വേണ്ട, കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വേണം. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഞാൻ പരത്തിയെടുത്തേക്കുന്നത്. അറ്റം കുറച്ചും കൂടെ ഒന്ന് വീതിക്ക് വേണം, ഇത്രയും വീതിക്ക് തന്നെ വേണം. ഒരുപാട് കനം കുറയുകയും ചെയ്യരുത്, എങ്കിൽ കനം കൂടുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു അളവിന് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കണം. എല്ലാം ഞാൻ ഇതുപോലൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എണ്ണയിലോട്ടിട്ട് തയ്യാറാക്കി എടുക്കാം. തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യമേ നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ഒന്ന് പഫി ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതായത് ആ ഒന്ന് പൊങ്ങി വരാറാവുമ്പം നമുക്ക് എണ്ണ വെച്ചൊന്ന് ഇതുപോലെ മേളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒന്ന് പൊങ്ങി വന്നപ്പോൾ ദേ ഇതുപോലെ തവി കൊണ്ട് നമ്മൾ എണ്ണ മേളിലോട്ടായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. 2 സൈഡിലോട്ടും അങ്ങനെ ചെയ്യുമ്പം വീണ്ടും ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങും. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറമേ മാത്രമേ വെന്ത് കിട്ടുള്ളൂ, ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടൂല. അപ്പോൾ ദേ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, വറുത്ത് കോരിയാണ്. അപ്പോൾ ഈ ബൺസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ പഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്.